എല്ലാവർക്കും നമസ്കാരം. താലിസ്മാൻ IAS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് UNO. ഓൾറെഡി UNOയുടെ പാർട്ട് 1 എന്താണ്, അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഓർഗൻസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് ഏജൻസീസും അതിൻ്റെ കൺവെൻഷൻസുമാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. ആദ്യം നമുക്ക് UN ഏജൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ UNDP. ഇതിൽ തന്നെ പേരിൽ തന്നെയുണ്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. സോ ഡെവലപ്പിംഗ് കൺട്രീസിലും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ള ഫംഗ്ഷനോട് കൂടെ, ആ ഒരു ഉദ്ദേശത്തോടു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണിത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രൊവൈഡ്സ് എക്സ്പെർട്ട് അഡ്വൈസ്, ട്രെയിനിങ്, ഗ്രാൻസ്, support to developing countries with an increasing emphasis on assistance to the least developed countries. നമ്മൾ പറഞ്ഞതുപോലെ ഡെവലപ്പിംഗ് ആൻഡ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് വേണ്ട അഡ്വൈസ്, ട്രെയിനിങ്, ഗ്രാൻസ്, സപ്പോർട്ട് എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് UNDPയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇറ്റ് പ്രൊമോട്ട്സ് ടെക്നിക്കൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോപ്പറേഷൻ എമംഗ് ദ നേഷൻസ്. ഇത് ടെക്നിക്കൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോപ്പറേഷൻ എമംഗ് ദ നേഷൻസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു ഫംഗ്ഷനാണ്. UNDP is the central to the United Nations Sustainable Development Group. അതായത് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പിന്റെ സെൻട്രൽ എന്ന് പറയുന്നത് ഈ UNDP ആണ്. എ നെറ്റ്വർക്ക് ദാറ്റ് സ്പാൻസ് ഓൾമോസ്റ്റ് 170 കൺട്രീസ് ആൻഡ് യുണൈറ്റ്സ് ദ 40 UN ഫണ്ട്സ്, പ്രോഗ്രാംസ്, സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആൻഡ് അതർ ബോഡീസ് വർക്കിംഗ് ടു അഡ്വാൻസ് ദ 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. നമ്മളിത് 2030 ആണ് ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സെൻട്രൽ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന UNDP ആണ്. അതിൽ 170 കൺട്രീസും ഏകദേശം ഒരു 40 UN ഫണ്ട്സും പ്രോഗ്രാംസും എല്ലാം ഉണ്ട്. അതിന്റെ സെൻട്രൽ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് UNDP ആണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്കിലാണ്. ഇനി UNDP ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് UNDP ആണ്. ഓർത്തിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഫംഗ്ഷൻ എന്നുള്ള ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സെൻട്രൽ ഓർഗൻ ആണ് UNDP. ഇവരുടെ മെയിൻ ഏരിയാസ് ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിലും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിലും ഉള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഏജൻസിയിലേക്ക് പോകാം. യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു ഡെവലപ്മെന്റ് ഓർഗനാണ്. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എൻവിറോൺമെന്റ്. ഡെവലപ്മെന്റ് വരുമ്പോൾ എൻവിറോൺമെന്റിന് ഡാമേജസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ എൻവിറോൺമെന്റിന് അധികം ഡാമേജ് ഇല്ലാതെ ഈ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുപോകണം. അപ്പൊ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏജൻസിയാണ് എൻവിറോൺമെന്റ് പ്രോഗ്രാം, UN എൻവിറോൺമെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ UNEP. It is a global environment authority that sets the global environment agenda, promotes the coherent implementation of environmental dimensions of sustainable development within the United System. അതായത് ഇവരാണ് ഗ്ലോബൽ എൻവിറോൺമെന്റൽ അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഗ്ലോബൽ എൻവിറോൺമെന്റ് അജണ്ട സെറ്റ് ചെയ്യുന്നു, പ്രൊമോട്ട് ദ കോഹിറന്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എൻവിറോൺമെന്റൽ ഡയമെൻഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ എപ്പോഴും ഒരു എൻവിറോൺമെന്റൽ പ്രോബ്ലം ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടെ എന്താ പറയാ, എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെവലപ്മെന്റ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ UN ജനറൽ അസംബ്ലി ആസ് എ റിസൾട്ട് ഓഫ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവിറോൺമെന്റ്. അതായത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിനോടനുബന്ധിച്ച് UN ജനറൽ അസംബ്ലി ആണ് ഇത് ആരംഭിക്കുന്നത്. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നെയ്റോബി, കെനിയയാണ് വരുന്നത്. ഇപ്പോൾ 1972 ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് ശേഷമാണ് എൻവിറോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയും ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഈവൻ നമ്മുടെ ഇന്ത്യയിൽ പോലും എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലെജിസ്ലേഷൻസ് എല്ലാം വരുന്നത് അതിനുശേഷമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ എല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് UNEP വർക്ക് ചെയ്യുന്നത്. ഇനി UNEP ആൻഡ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, ഇവർ തമ്മിൽ ആരംഭിച്ചിട്ടുള്ള, ഇവർ രണ്ടുപേരും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് IPCC, അതായത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 1988 ഇത് ഫോം ചെയ്യുന്നത്. ദേ അസസ് ദ ക്ലൈമറ്റ് ചേഞ്ച് ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് സയൻസ്. അതായത്
ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന്റെ എഫക്ട്സും അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലേറ്റസ്റ്റ് സയൻസ് വെച്ച് സയന്റിഫിക്കലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് IPCCയുടെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ അത് ആരംഭിച്ചിട്ടുള്ളത് WMOയും UNEPയും ചേർന്നിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ WMO എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിയില്ലെങ്കിൽ ഒന്നും കൂടെ പോയി വീഡിയോ കാണുക. ഇനി UNEPയുടെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. The UNEP engages in developing global conventions on the environment and related issues. Environment related ആയിട്ടുള്ള ഡെവലപ്പിംഗ് കുറെ ഗ്ലോബൽ കൺവെൻഷൻസ് നടത്തുക എന്നുള്ളത് UNEPയുടെ ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് ഹോസ്റ്റ് എ സെക്രട്ടേറിയറ്റ് ഓഫ് വേരിയസ് കൺവെൻഷൻ സച്ച് ആസ് CBD, അതായത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ സൈറ്റ്സ്, then convention on conservation of migratory species of wild animals, then Vienna Convention for the protection of ozone layer, then Minamata Convention on mercury, Basel Convention on the control of transboundary movement of hazardous waste and their disposal. ഇതെല്ലാം കുറെ എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കൺവെൻഷൻസ് ആണ്. ഇതിന്റെ എല്ലാം സെക്രട്ടേറിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് UNEP ആണ്. കഴിഞ്ഞിട്ടില്ല സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് pollutants, then Rotterdam Convention on prior informed consent procedure for certain hazardous chemicals and pesticides in international trade. ഇത്രയും കൺവെൻഷൻസിന്റെ എല്ലാം സെക്രട്ടേറിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് UNEP ആണ്. ഇറ്റ് പ്രൊമോട്ട്സ് environmental science and related information. It finances and implements the developmental projects related to environment. Environment related ആയിട്ടുള്ള developmental projectsന്റെ ഫിനാൻസ് ചെയ്യൽ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. It engages with the national government, NGOs, etc. in relation to environment policy and implementation. അതായത് ഇവര് ഗവൺമെന്റ്സ് ആയിട്ട് മാത്രമല്ല NGOs ആയിട്ടും എൻഗേജ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. The UNEP also formulates treaties and guidelines in domain of international trade in harmful chemicals, international waterway pollution and transboundary pollution of air. അതായത് മൂന്ന് മീഡിയം, അതായത് വാട്ടർ ആയാലും എയർ ആയാലും ഈവൻ അതർ വേസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏത് തരത്തിലുണ്ടാവുന്ന എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ ബാക്കി പൊല്യൂഷൻസിനെ എല്ലാം ഇവര് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രേഡ് കാരണം ഉണ്ടാവുന്ന ഇത്തരം പൊല്യൂഷൻസിനെ എല്ലാം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് UNEP ആണ്. ഇറ്റ് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഇൻഡിവിജ്വൽസ് ആസ് വെൽ ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡു സ്റ്റെല്ലർ വർക്ക് ഇൻ ദ ഫീൽഡ്. അതായത് എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നല്ല വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അവർ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് UNEPയുടെ മേജർ പ്രോഗ്രാംസ്, അതായത് ഇവർ നടത്തുന്ന മേജർ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എർത്ത് അവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ദെൻ ക്ലീൻ അപ്പ് ദ വേൾഡ്, ബില്യൺ ട്രീ ക്യാമ്പയിൻ, സീൽ ദ ഡീൽ, പെയിൻ ഫോർ ദ പ്ലാനറ്റ്, അവയർനെസ് ആൻഡ് പ്രിപ്പയർനെസ് ഫോർ എമർജൻസീസ് ഓഫ് ലോക്കൽ ലെവൽ, ദെൻ ടുൻസ, ഫെയ്ത്ത് ഫോർ എർത്ത്, നോഡൽ ഏജൻസി ഇൻ ഇന്ത്യ ഫോർ UNEPയുടെ ഫംഗ്ഷൻസിനുള്ള ഇന്ത്യയിലെ നോഡൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അടുത്താണ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് അല്ലെങ്കിൽ UNICEF. നമുക്കറിയാം ഇതിന്റെ എക്സ്പാൻഷൻ നോക്കുമ്പോൾ UNICEFിന്റെ എക്സ്പാൻഷൻ ഒരിക്കലും യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നാവില്ല. പിന്നെ എന്തുകൊണ്ടാണ് UNICEF എന്നുള്ള ഒരു അക്രോണിം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടിന് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് ഇത് ആരംഭിച്ചപ്പോൾ ഇതിന്റെ പേര് എന്ന് പറഞ്ഞത് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നായിരുന്നു. ഇത് 1946 ആരംഭിക്കുന്നത്. UN ജനറൽ അസംബ്ലി ആണ് ഇത് ആരംഭിക്കുന്നത്. അന്നത്തെ അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് എമർജൻസി ഫുഡ് ആൻഡ് ഹെൽത്ത് കെയർ ടു ദ ചിൽഡ്രൻ ആൻഡ് മദേഴ്സ് ഇൻ ദ കൺട്രീസ് ദാറ്റ് ഹാഡ് ബീൻ ഡിവാസ്റ്റേറ്റഡ് ഇൻ വേൾഡ് വാർ II. വേൾഡ് വാർ II ഡിവാസ്റ്റേറ്റ് ചെയ്തിട്ടുള്ള കൺട്രീസിലെ ചിൽഡ്രൻസിനും മദേഴ്സിനും വേണ്ട ഹെൽത്ത് കെയർ ഫെസിലിറ്റിയും ഫുഡും കൊടുക്കുക എന്നുള്ളതായിരുന്നു UNICEFിന്റെ ഫംഗ്ഷൻ ആയിരുന്നു. പിന്നീട് 1950 ആയപ്പോഴേക്കും അത് കുറച്ചും കൂടെ അവരുടെ ഏരിയ ഓഫ് വർക്ക് എന്നുള്ളത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അഡ്രസ് ദ ലോങ് ടേം നീഡ്സ് ഓഫ് ചിൽഡ്രൻസ് ആൻഡ് വുമൺ ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ് എവരിവെയർ. ലോകത്തുള്ള എല്ലായിടത്തും ഉള്ള, അതായത് വേൾഡ് വാറിൽ ഡിവാസ്റ്റേറ്റ് ചെയ്ത കൺട്രി മാത്രമല്ല മൊത്തത്തിലെ ലോകത്തിലെ എല്ലായിടത്തും ഉള്ള ചിൽഡ്രൻസിന്റെയും വുമൺസിന്റെയും ആ ഒരു ലോങ് ടേം നീഡ്സിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു 1950 ഇവരുടെ ഒബ്ജക്റ്റീവ് ആവുന്നത്. ദെൻ 1953 ആയപ്പോഴേക്കും ഇറ്റ് ബിക്കംസ് പെർമനന്റ് പാർട്ട് ഓഫ് ദ UN സിസ്റ്റം ആൻഡ് ദ വേർഡ്സ് ഇന്റർനാഷണൽ ആൻഡ് എമർജൻസി വേർ ഡ്രോപ്ഡ് ഫ്രം ദ ഓർഗനൈസേഷൻ നെയിം. അങ്ങനെയാണ് അവർ ഒറിജിനൽ അക്രോണിം
യൂണിസെഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പക്ഷേ എക്സ്പാൻഷനിൽ ആ ഒരു ഇന്റർനാഷണൽ ആൻഡ് എമർജൻസി എന്നുള്ള ടേംസ് ഒഴിവാക്കി. ഇപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകം മുഴുവനുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ വുമൻസ് ആൻഡ് ചിൽഡ്രൻസിന്റെ അവരുടെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹെൽത്ത് ആൻഡ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള, മെയിനായിട്ട് ഹെൽത്ത് ആൻഡ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക് ആണ്, USA. ദെൻ യൂണിസെഫ് എൻഗേജസ് ഇൻ ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തുള്ള മുഴുവൻ ചിൽഡ്രൻസിന്റെയും റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. ഇറ്റ് ഓൾസോ വർക്ക്സ് ടു പ്രൊവൈഡ് സേഫ് ഷെൽട്ടർ, ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ, ഈക്വാലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസാസ്റ്റർ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഹെൽത്ത് കെയറും ഫുഡും മാത്രമല്ല, ഈവൻ എഡ്യൂക്കേഷൻ, ഈക്വാലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസാസ്റ്റർ ആൻഡ് കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം യൂണിസെഫിന്റെ വർക്കാണ്. ദെൻ ഇറ്റ് റിസീവ്ഡ് നോബൽ പീസ് പ്രൈസ് ഇൻ 1965. Then UNICEF governing body is its executive board. It comprises 36 members for a period of 3 years. അതായത് ഇനി ഈ 36 മെമ്പേഴ്സ് ആണ് ഇവരുടെ ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞു. അത് എലക്ട് ചെയ്യുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗൻ്റെ ഉള്ളിൽ നിന്നാണ്. ദെൻ യൂണിസെഫ് റിലൈസ് ഓൺ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഫണ്ടിങ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഫോർ ഓൾ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് വേരിയസ് പ്രോഗ്രാംസ്. അതായത് ഇവര് ഗവൺമെന്റുകളുടെയും പ്രൈവറ്റ് ഏജൻസികളുടെയും ഫണ്ടിങ്ങിന്റെ ബേസിസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ട പണം കിട്ടുന്നത് ഈ ഒരു ഫണ്ടിങ് മെത്തേഡിൽ കൂടെയാണ്. ദെൻ യൂണിസെഫ് ഈസ് കമ്മിറ്റഡ് ടു എൻഷുറിംഗ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ ദ മോസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻസ്. അതായത് ഏറ്റവും ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ചിൽഡ്രൻസ്, ദോസ് ഹു ആർ വിക്ടിംസ് ഓഫ് വാർ, ഡിസാസ്റ്റേഴ്സ്, എക്സ്ട്രീം പോവർട്ടി, ഓൾ ഫോംസ് ഓഫ് വയലൻസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, എസ്പെഷ്യലി ദോസ് വിത്ത് ഡിസബിലിറ്റീസ്. അതായത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ ബാക്കി ഇത്തരം നാച്ചുറൽ അല്ലാതെ മാൻമെയ്ഡ് ആയിട്ടുള്ള കലാമിറ്റിയിലൊക്കെ പെടുന്നവർ, പിന്നെ നാച്ചുറൽ ഹസാർഡിൽ പെടുന്നവർ, ഇങ്ങനെയുള്ള ഇവർക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷനും അവർ കൊടുക്കുന്നുണ്ട്. ലോഞ്ച്ഡ് ഇറ്റ്സ് വുമൺ ഇൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻ 1980. ദെൻ യൂണിസെഫിന്റെ ഇന്ത്യയിലെ വർക്കുകൾ നോക്കാം. യൂണിസെഫ് ഇന്ത്യയിൽ വർക്കിംഗ് ആരംഭിക്കുന്നത് 1949 ഇവരുടെ നോഡൽ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഇനി യൂണിസെഫ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള അസിസ്റ്റ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻസസ് റിപ്പോർട്ട് 2011, ദെൻ പോളിയോ ക്യാമ്പയിൻ 2012, റിഡക്ഷൻ ഇൻ MMR 2013. MMR എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്. ദെൻ കോൾ ടു ആക്ഷൻ 2013, ഇത് ലോഞ്ച്ഡ് ടു റെഡ്യൂസ് അണ്ടർ 5 മോർട്ടാലിറ്റി ആണ്. ദെൻ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ 2013, ഇന്ത്യ ന്യൂബോൺ ആക്ഷൻ പ്ലാൻ 2014. ഇത്രയാണ് യൂണിസെഫിന്റെ ഇന്ത്യയിലുള്ള കൊളാബറേഷൻ വർക്ക്. ദെൻ അടുത്തൊരു ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്, UNHCR. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ. ഇത് തന്നെ പറയുന്നുണ്ട് റെഫ്യൂജീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇറ്റ് ഇസ് എൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വർക്കിംഗ് ടു സേവിംഗ് ലൈഫ്സ്, സേഫ് ഗാർഡിംഗ് ദ റൈറ്റ്സ് ആൻഡ് പ്രൊവൈഡിംഗ് ബെറ്റർ ഫ്യൂച്ചർ ഫോർ റെഫ്യൂജീസ്. അതായത് അവരുടെ ലൈഫിനും അവരുടെ റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ്. നോട്ട് ഓൺലി റെഫ്യൂജീസ്, ദ ഫോഴ്സിബിളി ഡിസ്പ്ലേസ്ഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് സ്റ്റേറ്റ്ലെസ് പീപ്പിൾ, ഇവർക്കും UNHCRന്റെ സർവീസ് ലഭിക്കും. Then UNHCR was established in 1950 in the wake of mass displacement caused due to the Second World War in Europe. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടന്നിട്ടുള്ള മാസ് ഡിസ്പ്ലേസ്മെന്റ്, ഇതിന് ഈ ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് UNHCR എസ്റ്റാബ്ലിഷ് ആവുന്നത്. ദെൻ ഇവർക്കും നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് 2 തവണ, 1954 ആൻഡ് 1981. ഇനി ഇവർ വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ലീഗൽ മാൻഡേറ്റിന്റെ പുറത്തായിരിക്കും. അത് ലീഗൽ ഡോക്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ 1951 റെഫ്യൂജി കൺവെൻഷൻ ആണ് ഇവരുടെ ലീഗൽ ഡോക്യുമെന്റ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഈസ് നോട്ട് എ സിഗ്നേറ്ററി ടു ദ റെഫ്യൂജി കൺവെൻഷൻ. അതായത് 1951 റെഫ്യൂജി കൺവെൻഷനിൽ ഇന്ത്യ സിഗ്നേറ്ററി അല്ല. സോ ഇന്ത്യക്ക് ഇതൊരു ലീഗലി മസ്റ്റ് അല്ല ഈ റെഫ്യൂജി കൺവെൻഷനിലെ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എനി നാഷണൽ റെഫ്യൂജി പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക്. ഇവിടെ ഒരു നാഷണൽ റെഫ്യൂജി പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് നമുക്കില്ല. അടുത്താണ് ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി.
It's an initiative for organizing, regulating and controlling all the mineral related activities in the international seabed area that are beyond the limits of national jurisdiction. അതായത് ഓരോ കൺട്രീസിനും നമുക്കൊരു സീ ലിമിറ്റ് ഉണ്ട്, അതിന്റെ പുറത്തുള്ള ബിയോണ്ട്, അതായത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലുള്ള ഈ മിനറൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അതായത് മിനറൽ എക്സ്ട്രാക്ഷൻ എല്ലാം നമുക്ക് സീ ബെഡിൽ നിന്ന് ഒരുപാട് മിനറൽസ് അവിടെ നിന്ന് റയർ എർത്ത് മെറ്റൽസ് എല്ലാം അവിടെ ഒരുപാട് ഉണ്ട്. അപ്പൊ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇന്റർനാഷണൽ സീബെഡ് ഏജൻസി. റെഗുലേറ്റിംഗ്, കൺട്രോളിംഗ് ഓൾ ദ മിനറൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇൻ ഇന്റർനാഷണൽ സീബെഡ് ഏരിയ. Regulate deep seabed mining and ensure the marine environment is protected from any harmful effects which may arise from mining activity. അതായത് മൈനിങ് ആക്ടിവിറ്റി കൊണ്ട് എന്തെങ്കിലും ഹാംഫുൾ എഫക്റ്റ് സീബെഡിന് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കിങ്സ്റ്റൺ ആണ്, ജമൈക്കയിലെ. ഇറ്റ് പ്രൊമോട്ട്സ് മറൈൻ സയന്റിഫിക് റിസർച്ച് ആൻഡ് കണ്ടക്ട് ട്രെയിനിങ് പ്രോഗ്രാം. ഇത്രയാണ് ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിനെ പറ്റി പറയാനുള്ളത്. Then International Atomic Energy Agency, IAEA. It is a UN agency working in the field of nuclear cooperation. Nuclear cooperation, അതായത് ന്യൂക്ലിയർ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു UN ഏജൻസിയാണ് IAEA. 171 മെമ്പേഴ്സ് ആണുള്ളത്, ഇന്ത്യൻ മെമ്പർ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വിയന്നയാണ്, ഓസ്ട്രിയയിലെ. ദെൻ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രൊമോട്ടിംഗ് ആൻഡ് അസിസ്റ്റിംഗ് റിസർച്ച്, ഡെവലപ്മെന്റ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജി. ഇവിടെ എംഫസൈസ് കൊടുക്കുന്നത് പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജിക്കാണ്. ഒരിക്കലും ഒരു വാർഹെഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവര് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രൊമോട്ടിംഗ് ആൻഡ് അസിസ്റ്റിംഗ് റിസർച്ച്, ഡെവലപ്മെന്റ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജി. എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് അഡ്മിനിസ്ട്രിംഗ് ദ സേഫ്റ്റി ഗാർഡ്സ് ടു എൻഷുർ ദാറ്റ് സച്ച് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബൈ ദ കൺട്രീസ് ബൈ ദ IAEA ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ മിലിറ്ററി പർപ്പസ്. അതായത് ഇങ്ങനെ ഓരോ കൺട്രീസും ചെയ്യുന്നതൊന്നും ഒരു മിലിറ്ററി പർപ്പസിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന IAEA ആണ്. അപ്ലൈയിങ് അണ്ടർ ദ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ആൻഡ് അതർ ഇന്റർനാഷണൽ ട്രീറ്റീസ്, മാൻഡേറ്ററി കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് ഇൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് പാർട്ടീസ് ടു സച്ച് ട്രീറ്റീസ്. അതായത് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ഉണ്ട്, അതുപോലത്തെ ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒരുപാടുണ്ട്. സോ ഇങ്ങനത്തെ ട്രീറ്റീസിലെല്ലാം വരുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള കുറെ സേഫ് ഗാർഡ്സ് ഉണ്ട്. ഇതെല്ലാം ഇവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് IAEA ആണ്. നമുക്കറിയാം ഇറാനിലൊക്കെ റീസെന്റ് ഒരു IAEA ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അവര് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടിന്റെ പുറത്ത്. അപ്പൊ അതാണ് ഇവരുടെ ആ ഒരു മോണിറ്ററിംഗ് ആണ് IAEA മെയിൻ ഫംഗ്ഷൻ. അടുത്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ്. ഇറ്റ്സ് എ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് ആൻഡ് ഇന്റർ ഗവൺമെന്റ് പാർട്ട്നേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മൈഗ്രേഷൻ ടു എയ്ഡ് ഓർഡർലി ആൻഡ് ഹ്യൂമൻ മൈഗ്രേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഒരു മൈഗ്രേഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ ദ ഹ്യൂമൻ മൈഗ്രേഷൻ ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. ദ ഒബ്ജക്റ്റീവ് ഓഫ് IOM, അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, ആർ ടു പ്രൊവൈഡ് ഫോർ ദ ഓർഗനൈസ്ഡ് ട്രാൻസ്ഫർ ഓഫ് മൈഗ്രൻസ് ഇൻക്ലൂഡിംഗ് റെഫ്യൂജീസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ബോത്ത് എമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ കൺട്രീസ്. അതായത് എമിഗ്രേഷൻ കൺട്രിക്കും ഇമിഗ്രേഷൻ കൺട്രീസിനും നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർ ഓഫ് മൈഗ്രൻസ് നടത്താൻ വേണ്ടിയിട്ട്. Then India accounts for the highest share with 17.5 million Indians living outside the country. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തു പോയി താമസിക്കുന്നത്. അത് തന്നെ ടോപ്പ് ഡെസ്റ്റിനേഷൻസ് പറയുന്നത് UAE, US ആൻഡ് സൗദി അറേബ്യ ആണ്. Then UN Office for Disaster Risk Reduction. നമുക്കറിയാം ഈ ഡിസാസ്റ്റർ എന്നുള്ളത് മാൻമെയ്ഡും ഉണ്ട്, നാച്ചുറലി ഉണ്ടാവുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്ട്സ് എന്നുള്ളത് പരമാവധി കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്ത് വർക്ക് ചെയ്യുന്നതാണ് UN ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഇറ്റ് ഈസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ആക്ഷൻ ടു decrease social vulnerability and natural hazard risk and associated technological and environmental disasters.
അതായത് ടെക്നോളജിക്കലും എൻവിറോൺമെന്റിലും ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് കാരണം, അത് നാച്ചുറൽ ആയിക്കോട്ടെ മാൻമെയ്ഡ് ആയിക്കോട്ടെ, ഡിക്രീസ് ദ സോഷ്യൽ വൾണറബിലിറ്റി, അതായത് സമൂഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു വൾണറബിൾ കണ്ടീഷൻ കുറയ്ക്കുക എന്നാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇനി 1990 to 1999 had been designated as the International Decade for Natural Disaster Reduction. നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഡെക്കേഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 1990 to 1999 ആണ്. ഇനി റീസെന്റ് നമ്മൾ 2015 ഒരു സെൻഡായി ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരുന്നു, അതായത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട്. സോ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് UNDRR ആണ്. To facilitate the integration of management of risk into the development policies, അതായത് നമ്മുടെ മാനേജ്മെന്റ് ഓഫ് റിസ്ക് എന്നുള്ളത് ഡെവലപ്മെന്റൽ പോളിസിന്റെ ഉള്ളിൽ തന്നെ ഏർപ്പെടുത്തുക. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ ഡെവലപ്മെന്റൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യാം. Then programs and projects of government and communities and other agencies in disaster prone areas. അതായത് നമ്മൾ ഏത് ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസിലും ഓരോ പോളിസിയും ഡെവലപ്മെന്റൽ ഇനീഷ്യേറ്റീവും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം പറയുന്നത്. അടുത്തത് ഇപ്പോൾ ഒരു പർപ്പസ് പറയുന്നത് ടു എനേബിൾ കമ്മ്യൂണിറ്റീസ് ടു ബിക്കം ഡിസാസ്റ്റർ റെസീലിയൻറ്റ്. അതെങ്ങനെയാണ് ഡിസാസ്റ്റർ റെസീലിയൻ്റ് ആവാൻ പറ്റുക? ബൈ ഹെൽപ്പിംഗ് സേവ് ലൈഫ്സ് ആൻഡ് ഓൾസോ പ്രൊട്ടക്ട് സോഷ്യൽ എൻവിറോൺമെന്റ് ആൻഡ് എക്കണോമിക് അസറ്റ്സ്. അടുത്തത് UNDRR works via a network of international organizations, experts and scientific institutions, private sector, civil society and government officials in order to raise public awareness about the disaster reduction. ഇനി UNDRR വർക്ക് ചെയ്യുന്നത് ഒരു ലോകം മുഴുവൻ നീണ്ടു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. ത്രൂ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതിന്റെ പാർട്ടായിട്ട്, എക്സ്പേർട്സ് ആൻഡ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ എൻറ്റിറ്റീസ് ഉണ്ട്, സിവിൽ സൊസൈറ്റി ഉണ്ട്, ദെൻ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും ഒഫീഷ്യൽസും ഉണ്ട്. ഇവരെല്ലാം ചെയ്യുന്നത് എന്താ? പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ റിഡക്ഷനെ പറ്റിയിട്ട്. ഇനി നമുക്ക് സെൻഡായി ഫ്രെയിംവർക്കിനെ പറ്റി പറഞ്ഞു 2015. ഇനി അതിലെ പ്രയോറിറ്റി ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസാസ്റ്റർ റിസ്ക്, ദെൻ സ്ട്രെങ്തനിങ് ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് ടു മാനേജ് ഡിസാസ്റ്റർ റിസ്ക്, ദെൻ investing in disaster reduction for resilience, then enhancing disaster preparedness for effective response, and to build back better in recovery, rehabilitation and reconstruction. ഇത്രയാണ് സെൻഡായി ഫ്രെയിംവർക്കിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, ഡിസാസ്റ്ററിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ദെൻ സ്ട്രെങ്തനിങ് ദ റിസ്ക് ഗവേണൻസ് ടു മാനേജ് ദ ഡിസാസ്റ്റർ റിസ്ക്, അതായത് ആ ഗവേണൻസ് പാർട്ട് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക. ദെൻ ഇൻവെസ്റ്റിംഗ് ഇൻ ഡിസാസ്റ്റർ റിഡക്ഷൻ ഫോർ റെസീലിയൻസ്, അതായത് ഡിസാസ്റ്റർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ എൻഹാൻസിങ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഫോർ എഫക്റ്റീവ് റെസ്പോൺസ്. ഇത്രയാണ് സെൻഡായി ഫ്രെയിംവർക്കിൽ പറയുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് UNDRR ആണ്. അടുത്താണ് UNCTAD അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ തന്നെ പറയുന്നുണ്ട് ട്രേഡും ഡെവലപ്മെന്റും റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണിത്. യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ഡീൽസ് വിത്ത് ട്രേഡ് ഇഷ്യൂസ്, ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് അതർ മാറ്റേഴ്സ് കൺസേണിങ് ഡെവലപ്മെന്റ്. അതായത് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് ഇഷ്യൂസ്, ഇൻവെസ്റ്റ്മെന്റ് ഇഷ്യൂസ്, ഇതെല്ലാം ഡീൽ ചെയ്യുന്നതാണ് UNCTADന്റെ ഫംഗ്ഷൻ. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ദെൻ UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ഗോൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ടു ബി മാക്സിമൈസ്ഡ്. ദെൻ ദ എഫേർട്സ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ടു integrate into world economy on an equitable basis would be assisted by UNCTAD. എന്തൊക്കെയാണ് ഗോൾസ് എന്ന് പറഞ്ഞ്? ഒന്ന്, ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ടു ബി മാക്സിമൈസ്ഡ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഇൻവെസ്റ്റ്മെന്റ്സും ട്രേഡും എല്ലാം മാക്സിമൈസ് ചെയ്യുക. Then efforts for developing countries to integrate into world economy on an equitable basis would be assisted by UNCTAD. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് ബാക്കി വേൾഡ് എക്കണോമി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എഫേർട്സ് ഇവരുടെ അസിസ്റ്റൻസിൽ വേഗമാക്കി കൊടുക്കുക. ദെൻ
അവർക്കുള്ള ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാക്കി കൊടുക്കുക ത്രൂ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡ്. ഇതാണ് UNCTADന്റെ രണ്ട് മെയിൻ ഗോൾസ്. അടുത്താണ് UN ഹാബിറ്ററ്റ്. UN ഹാബിറ്ററ്റ് ഈസ് ദ യുണൈറ്റഡ് നേഷൻ ഏജൻസി ഫോർ ഹ്യൂമൻ സെറ്റിൽമെന്റ്. അതായത് ഹ്യൂമൻ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് UN ഹാബിറ്ററ്റ്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് നൈറോബി, കെനിയാണ്. UN Human Settlement Program was established with a vision to provide well-governed, well-planned and efficient cities and other human settlements. അതായത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു ആവാസം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? വെൽ-ഗവേൺഡ്, വെൽ-പ്ലാൻഡ്, എഫിഷ്യൻറ്റ് സിറ്റീസ് ആൻഡ് അതർ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒരു ഫങ്ഷൻ. These settlements would have adequate housing and infrastructure along with enough basic necessities like water, sanitation and electricity. Basic amenities എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ. അടുത്താണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം. It's an international organization that works in the field of hunger alleviation and food security. Hunger alleviation and food security ആണ് ഇവരുടെ മെയിൻ വർക്കിംഗ് ഏരിയ. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി ഒരു യുഎൻ്റെ സ്പെഷ്യൽ ഏജൻസി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇറ്റ് വർക്ക് ഇൻ ക്ലോസ് ടാൻഡം വിത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ആൻഡ് ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് രണ്ടുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം. അപ്പോൾ ഇതിന്റെ ഫുഡിൽ തന്നെയുണ്ട് ഹങ്കർ അലിവിയേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ഇനി ഇതിന്റെ ഫോക്കസ്ഡ് ഓൺ എമർജൻസി അസിസ്റ്റൻസ്, developmental aid, relief and rehabilitation and special operations. ഇത്രയാണ് ഇതിന്റെ മെയിൻ ഫോക്കസ്. എമർജൻസി അസിസ്റ്റൻസ് കൊടുക്കുക, ഡെവലപ്മെന്റൽ എയ്ഡ് കൊടുക്കുക, റിലീഫ് ആൻഡ് റീഹാബിലിറ്റൈസേഷൻ, ദെൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇറ്റലിയിലെ റോമാണ്. ദെൻ ഇവർ പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്, ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ക്രൈസിസ്. അത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ടാണ്. ദെൻ യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി. യുഎൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇറ്റ്സ് എൻ ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് മാൻഡേറ്റഡ് ബൈ ദ ജനറൽ അസംബ്ലി ടു ഗ്രാൻഡ് ഡിഗ്രി. ഇവർ ഡിഗ്രി ഇത് കൊടുക്കുന്നുണ്ട്. ഇനി ബേസിക് ഡിഗ്രി അല്ല കൊടുക്കുന്നത്, മാസ്റ്റേഴ്സും ആൻഡ് PhD ഡോക്ടറൽ പ്രോഗ്രാംസും ആണ് ഇവർ കൊടുക്കുന്ന ഡിഗ്രീസ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ടോക്കിയോ, ജപ്പാനാണ്. ദ പ്രൈമറി ഏരിയ ഓഫ് റിസർച്ച് കണ്ടക്റ്റഡ് ഇൻ ദ UN യൂണിവേഴ്സിറ്റി വിൽ ബി ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ, ഗുഡ് ഗവേണൻസ്, ഗ്ലോബൽ ഹെൽത്ത്, സയൻസ് ആൻഡ് ടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ UN ഏതൊക്കെ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഏരിയാസിലൊക്കെയാണ് ഇവർ എന്ത് കൊടുക്കുന്നത്? സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ, ഗുഡ് ഗവേണൻസ്, ഗ്ലോബൽ ഹെൽത്ത്, സയൻസ് ആൻഡ് ടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇറ്റ് കൊളാബറേറ്റ് വിത്ത് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പോളിസി മേക്കേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. ലോകത്തുള്ള ബാക്കി അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പോളിസി മേക്കേഴ്സും ആയിട്ട് ഇവർ ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അടുത്താണ് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ അല്ലെങ്കിൽ IT ലോസ് എന്ന് പറയും. ഇറ്റ്സ് എ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ is an independent judicial body that adjudicate the disputes arising out of the convention UNCLOS. UNCLOSന്റെ കൺവെൻഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ട്സ് ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് റിട്രസൽ ട്രിബ്യൂണലാണിത്. അതായത് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ലോ ഓഫ് സീ ഒരു ജുഡീഷ്യൽ ബോഡിയാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹാംബർഗ്, ജർമ്മനിയാണ് വരുന്നത്. ഇറ്റ് വർക്ക്സ് ടു സേഫ് ഗാർഡ് ദ വേരിയസ് മറൈൻ റിസോഴ്സസ് ആൻഡ് പ്രൊട്ടക്ട് ദ ഡിഫറെന്റ് സ്പീഷീസ്. വേരിയസ് മറൈൻ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഡിഫറെന്റ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് വരുന്നത്. ഇറ്റ് ഓൾസോ ഹാസ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ടെറിട്ടോറിയൽ ഒക്യുപ്പൻസീസ് ഓഫ് സീസ്, കോണ്ടിനെന്റൽ ഷെൽഫ് ആൻഡ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ്. അതായത് ഓരോ രാജ്യങ്ങൾക്കും നമുക്കറിയാം ഓരോ ബൗണ്ടറി ഉണ്ട്. ആ ടെറിട്ടോറിയൽ ഒക്യുപ്പൻസി മാറിക്കൊണ്ട് വേറെ ഓക്യുപ്പൈ ചെയ്യുക. ദെൻ കോണ്ടിനെന്റൽ ഷെൽഫ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഇതെല്ലാം ഓരോ രാജ്യങ്ങൾക്കും സ്പെസിഫിക് ഉണ്ട്. ഇതിനെല്ലാം മാറി എന്തെങ്കിലും ഒക്യുപ്പൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് IT ലോസിന് ഇടപെടാൻ പറ്റും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു പ്രൊമോട്ട് ആൻഡ് ലെവറേജ് സയന്റിഫിക് റിസർച്ച് ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് മറൈൻ ടെക്നോളജി. ദെൻ IT ലോസ് members are elected for a period of 9 years and may be re-elected. അപ്പോൾ ഇത്രയാണ് നമ്മുടെ
മെയിൻ ആയിട്ടുള്ള ഏജൻസീസ് ഇന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന യുഎൻ്റെ മെയിൻ ഏജൻസീസ് എത്രയാണ്. ഇനി നമുക്ക് യുഎൻ്റെ കൺവെൻഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് UNCLOS എന്ന് പറയുന്ന കൺവെൻഷനാണ്, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ലോസ് ഓഫ് സീ. അപ്പോൾ ഇതിൻ്റെ മാൻഡേറ്റിൽ ഉണ്ടായിട്ടുള്ള ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു ITLOS അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ. അപ്പോൾ എന്താണ് UNCLOS എന്ന് നോക്കാം. ഇറ്റ്സ് എ ഇന്റർനാഷണൽ എഗ്രിമെന്റ് ദാറ്റ് എസ്റ്റാബ്ലിഷസ് ഗൈഡ് ലൈൻസ് ഫോർ ബിസിനസ്സസ്, എൻവിറോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ മറൈൻ നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് ദാറ്റ് എസ്റ്റാബ്ലിഷ് ഗൈഡ് ലൈൻസ് ഫോർ ബിസിനസ്സസ്, എൻവിറോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് മറൈൻ നാച്ചുറൽ റിസോഴ്സസ്. മറൈൻ നാച്ചുറൽ റിസോഴ്സസിന്റെ ബിസിനസ്, അതിന്റെ എൻവിറോൺമെന്റ്, മാനേജ്മെന്റ് ഓഫ് മറൈൻ നാച്ചുറൽ റിസോഴ്സസ്, ഇതെല്ലാം വരുന്നതാണ് UNCLOSന്റെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. ഡിഫറെന്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇപ്പൊ എന്തെങ്കിലും ഈ സീ അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സ് തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് UNCLOSും ചെയ്യുന്നത്. അപ്പോൾ അവര് ഒരു ഗൈഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം അവിടെ നടത്തുന്ന ബിസിനസ്, എങ്ങനെയായിരിക്കണം ആ എൻവിറോൺമെന്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യേണ്ടത്. അതായത് ഓരോ ബൗണ്ടറി തിരിച്ചിട്ട് ഇന്ന രാജ്യങ്ങൾക്ക് ഇത്ര എന്നുള്ള രീതിയിലായിരിക്കും അവർ മാനേജ് ചെയ്യാനുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതാണ് UNCLOSന്റെ ഫങ്ഷൻ. ഇനി അവിടെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് തീരുമാനിക്കുന്നതാണ് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. UNCLOS ആണ് ആ ഒരു ഗൈഡ് ലൈൻസ് എല്ലാം കൊടുക്കുന്നത്. അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതാണ് ITLOS. ദെൻ അടുത്തൊരു കൺവെൻഷനാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ UNCED. എൻവിറോൺമെന്റും ഡെവലപ്മെന്റും റിലേറ്റ് ചെയ്തിട്ടുള്ള റയോ സമ്മിറ്റ് 1992 ആണ് ഇങ്ങനെ ഒരു കോൺഫറൻസ് നടക്കുന്നത് റയോയിൽ വെച്ച്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് റയോ സമ്മിറ്റ് 1992. റയോ ഡി ജനീറോയിൽ വെച്ചാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ എർത്ത് സമ്മിറ്റ് എന്നും വിളിക്കുന്നുണ്ട്. ഇനി ആ ഒരു സമ്മിറ്റിൽ ഉണ്ടായിട്ടുള്ള ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റയോ ഡിക്ലറേഷൻ ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഒരു 27 പ്രിൻസിപ്പിൾസ് ആണ് ആ ഒരു റയോ ഡിക്ലറേഷനിൽ പറയുന്നത്. ദാറ്റ് വാസ് സപ്പോസ് ടു ഗൈഡ് ദ കൺട്രീസ് ഇൻ ഫ്യൂച്ചർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ആ ഒരു റയോ ഡിക്ലറേഷനിൽ പറയുന്നത്. അടുത്ത അജണ്ട 21. ഇറ്റ്സ് എൻ ആക്ഷൻ പ്ലാൻ കൺസേണിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതൊരു നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അജണ്ട 21. അടുത്താണ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്. ദ പ്രിൻസിപ്പിൾസ് ഫോർ global consensus on the management, conservation and sustainable development of all type of forest. അപ്പോൾ 3 ഔട്ട്കംസ് ആണ് നമുക്ക് റയോ എർത്ത് സമ്മിറ്റിൽ ഉണ്ടാവുന്നത്. ഒന്ന് റയോ ഡിക്ലറേഷൻ ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ദെൻ അജണ്ട 21, ദെൻ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഇനി അടുത്താണ് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ UNCBD. ഇറ്റ്സ് എ യുണൈറ്റഡ് നേഷൻ ട്രീറ്റി that is responsible for the conservation of biological diversity around the world. വേൾഡിലെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു UNCBD. ഇനി അതിന്റെ ഗോൾസ് എന്തൊക്കെയാണ്? കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ദെൻ സസ്റ്റൈനബിൾ യൂസ് ഓഫ് കമ്പോണൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ദെൻ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഔട്ട് ഓഫ് ജനറ്റിക് റിസോഴ്സസ്. ജനറ്റിക് റിസോഴ്സസിന്റെ ഷെയറിംഗിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഗോൾ. അപ്പോൾ ഒന്ന് കൺസേർവ് ചെയ്യുക, ദെൻ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഷെയറിങ് ഫെയർ ആയിരിക്കും. അടുത്താണ് UNCCD അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. ഇറ്റ്സ് എ ലീഗലി ബൈൻഡിങ് കൺവെൻഷൻ ലിങ്കിങ് ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ് ടു സസ്റ്റൈനബിൾ ലാൻഡ് മാനേജ്മെന്റ്. അതായത് UNCCD എന്ന് വെച്ചാൽ ഡെസർട്ടിഫിക്കേഷനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ്. അതായത് നമുക്ക് ഡെവലപ്മെന്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻവിറോൺമെന്റിന് പ്രോബ്ലംസ് വരും. അപ്പോൾ അത് രണ്ടും ഇന്റർലിങ്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ ആയിരുന്നത്. ഇറ്റ്സ് എ ലീഗലി ബൈൻഡിങ് കൺവെൻഷൻ ലിങ്കിങ് ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ് ടു സസ്റ്റൈനബിൾ ലാൻഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. ലാൻഡ് മാനേജ്മെന്റ് കറക്റ്റ് ആവുന്ന രീതിയിൽ ഡെവലപ്മെന്റും എൻവിറോൺമെന്റും തമ്മിൽ ബൈൻഡ് ചെയ്യാം.
The convention obliges national governments to take measures to tackle the issue of desertification. It is a part of Rio Convention. Rio Conventionന്റെ പാർട്ടായിട്ടുണ്ടായിട്ടുള്ളതാണ് UNCCD. അടുത്താണ് UNFCCC, United Nations Framework Convention on Climate Change. UNFCCC is a primary multilateral treaty governing the actions to combat climate change through adaptation and mitigation efforts directed at control of emission of greenhouse gases that causes global warming. UNFCCC എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കൺവെൻഷൻ ആയിരുന്നു. ഇതാണ് ഫസ്റ്റത്തെ പ്രൈമറി മൾട്ടിലാറ്ററൽ ട്രീറ്റി ഗവേണിംഗ് ദ ആക്ഷൻ ടു കോംബാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് പറയുന്നത്? ത്രൂ അഡാപ്റ്റേഷൻ, മിറ്റിഗേഷൻ എഫേർട്സ് ഡയറക്റ്റഡ് അറ്റ് കൺട്രോൾ ഓഫ് എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കാരണം ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ദ ട്രീറ്റി സെറ്റ്സ് ലിമിറ്റ്സ് ഓൺ this treaty sets limit on greenhouse gas emission in countries, but these are not binding and there are no enforcement mechanism either. അതായത് ഈ ഒരു മെക്കാനിസത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതൊരിക്കലും ഒരു ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമോ അതിൽ ഉണ്ടായിരുന്നില്ല. അടുത്താണ് ഗ്ലോബൽ എൻവിറോൺമെന്റ് ഫെസിലിറ്റി. Global Environment Facility is a multilateral financial mechanism that provides grants to developing countries for projects that benefit the global environment and promote sustainable livelihood in local communities. അതായത് ഗ്ലോബൽ എൻവിറോൺമെന്റൽ ഫെസിലിറ്റി പറയുന്നത് എന്താണ്? ഇതൊരു മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ മെക്കാനിസം ആണ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്തെങ്കിലും എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിന് മൊത്തം ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വരുമ്പോൾ അതിനെ ഫണ്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗ്ലോബൽ എൻവിറോൺമെന്റ് ഫെസിലിറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ റയോ എർത്ത് സമ്മിറ്റ് ഓഫ് 1992. അതായത് 1992 എർത്ത് സമ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു GEF ഉണ്ടാവുന്നത്. ഇനി ഇവർ ജോയിന്റ്ലി വർക്ക് ചെയ്യുന്ന കുറച്ച് ഏജൻസീസ് ഉണ്ട്. GEF ഈസ് ജോയിന്റ്ലി മാനേജ്ഡ് ബൈ, അതായത് ഇവരുടെ ഫണ്ടിങ് മെയിൻ ആയിട്ട് മാനേജ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP, വേൾഡ് ബാങ്ക്, യുണൈറ്റഡ് നേഷൻ എൻവിറോൺമെന്റ് പ്രോഗ്രാം. ഈ 3 ഏജൻസീസും കൂടിയിട്ടാണ് ഗ്ലോബൽ എൻവിറോൺമെന്റ് ഫെസിലിറ്റീനെ മാനേജ് ചെയ്യുന്നത്. ഗ്ലോബൽ എൻവിറോൺമെന്റ് ഫെസിലിറ്റീനെ മാനേജ് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ UNDP ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്, UNEP ഉണ്ട്. UNDP ആൻഡ് UNEP, അതായത് ഡെവലപ്മെന്റും വേണം, എൻവിറോൺമെന്റും വേണം, പ്ലസ് വേൾഡ് ബാങ്കും വേണം. സോ ഈ 3 ഏജൻസീസ് കൂടിയിട്ടാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ മെയിൻ ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ വാട്ടേഴ്സ്, ഓസോൺ ഡിപ്ലീഷൻ, ലാൻഡ് ഡീഗ്രഡേഷൻ, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്, ഇതെല്ലാമാണ് ഇതിന്റെ മെയിൻ ഫോക്കസ് ഏരിയാസ്. അപ്പോൾ നമുക്കറിയാം ഇത് തന്നെയായിരിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ കൺവെൻഷൻസ് ഉണ്ട്. ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള CBD ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി UNFCCC ഉണ്ട്, ദെൻ ഡെസർട്ടിഫിക്കേഷൻ, ലാൻഡ് ഡീഗ്രഡേഷൻ തടയാൻ UN കോൺഫറൻസ് ഓൺ കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, ദെൻ മീനാമാത്ത കൺവെൻഷൻ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. ഇതിനെല്ലാം ഫിനാൻസ് ചെയ്യാന്നുള്ളതും ഗ്ലോബൽ എൻവിറോൺമെന്റ് ഫെസിലിറ്റീന്റെ ഫംഗ്ഷനാണ്. അടുത്താണ് UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. UN Convention on the Rights of Persons with Disability is an international human rights treaty dealing with rights of disabled people. അതായത് ഡിസേബിൾഡ് പീപ്പിൾസിന്റെ റൈറ്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്നൊരു UN ഓർഗനാണിത്. ഇനി ഗോൾസ് ഓഫ് UNCRPD, ending discrimination against persons with a disability. അതായത് അവർക്കെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് എല്ലാം ഒഴിവാക്കുക, enabling persons with disabilities to live independently, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, making the education system more inclusive, making sure persons with disabilities are protected against all forms of abuse, violence and exploitation. അതായത് ഇത്തരം ആൾക്കാർ എല്ലാ തരത്തിലുള്ള അബ്യൂസസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987. മോൺട്രിയൽ പ്രോട്ടോകോൾ നമുക്കറിയാം ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ ഓസോൺ ഡിപ്ലീഷനെ പറ്റിയിട്ട് ഫസ്റ്റ് ഒരു
ചർച്ച വരുന്നത് വിയന്ന കൺവെൻഷനിലാണ്. 1985 വിയന്ന കൺവെൻഷനിലാണ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച വരുന്നത്. ദെൻ 87 ആയപ്പോഴേക്കും അതിനൊരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. അതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ദിസ് പ്രോട്ടോകോൾ ഗീവ്സ് പ്രൊവിഷൻസ് ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ കൺസംഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ. അതായത് ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസസ് ഉണ്ട്, അതായത് ക്ലോറോഫ്ലൂറോകാർബൺസ്, ഹാലോൺസ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ദോസ് ക്യാൻ റിലീസ് ക്ലോറിൻ ഓർ ബ്രോമിൻ ടു ഓസോൺ ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അത്തരം സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ വരുന്നത്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ട്രീറ്റി ഇൻ ദ ഹിസ്റ്ററി ഓഫ് UNO ടു അച്ചീവ് യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ ലീഗലി ബൈൻഡിങ് ഡോക്യുമെന്റ്. ഇത് യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ കിട്ടുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അടുത്താണ് കിഗാലി എഗ്രിമെന്റ്, അതായത് 2016. നമുക്ക് പറയാം ഓസോണിനെ പറ്റി പറയുമ്പോൾ ആദ്യം വരുന്നത് വിയന്ന കൺവെൻഷൻ, ദെൻ മോൺട്രിയൽ പ്രോട്ടോകോൾ, അടുത്താണ് കിഗാലി എഗ്രിമെന്റ് 2016. Kigali Agreement is an amendment to the Montreal Protocol, which is an environment treaty signed by countries to phase out ozone depleting substances from the atmosphere. അതായത് ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന ക്ലോറോഫ്ലൂറോ കാർബൺസ്, ഹാലോൺസിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ. അതിനെ അമെൻഡ് ചെയ്തുകൊണ്ട് വന്നാണ് കിഗാലി എഗ്രിമെന്റ്. ഇതും ലീഗലി ബൈൻഡിങ് ആണ്. ഇനി എഗ്രിമെന്റ് എയിംസ് ടു ഫേസ് ഔട്ട് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് by reducing its manufacture and consumption. HFCs are used as a replacement to chlorofluorocarbons or hydrochlorofluorocarbons since they HFCs do not have any impact on the depletion of ozone layer. അതായത് HFCs ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇവരെല്ലാം വളരെ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്ലോറോഫ്ലൂറോ കാർബൺസിനെ മാറ്റിയിട്ട് HFCs കൊണ്ടുവന്നു. അപ്പോൾ ഓസോൺ ലെയറിന്റെ പ്രോബ്ലം തീർന്നു. പക്ഷേ ഇതെല്ലാം ഗ്ലോബൽ വാർമിംഗ്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയതുകൊണ്ട് ഗ്ലോബൽ വാർമിങ്ങിന്റെ ലെവൽ പെട്ടെന്ന് കൂടി. സോ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കിഗാലി എഗ്രിമെന്റ് കൊണ്ടുവന്നത്. ഇതും ലീഗലി ബൈൻഡിങ് ആണ്. ഇറ്റ് സെറ്റ്സ് ഡിഫറെന്റ് ടാർഗറ്റ്സ് ഫോർ കൺട്രീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്, അതായത് ഡിഫറെന്റ് സോഷ്യോ എക്കണോമിക് കൺസ്ട്രെയിൻസ് ആൻഡ് വേരിയിങ് ടെക്നോളജിക്കൽ ആൻഡ് സയന്റിഫിക് കപ്പാസിറ്റി. അതായത് ഈ HFCസിന്റെ ഈ കുറയ്ക്കണം എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ളത് ഓരോ കൺട്രീസും അവരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനനുസരിച്ച് അവരുടെ ഡെവലപ്മെന്റൽ ഇതിനനുസരിച്ചിട്ട് ഓരോ ടാർഗറ്റാണ് വെച്ചേക്കുന്നത്. അടുത്താണ് മീനാമാത്ത കൺവെൻഷൻ. ഇത് മെർക്കുറി പോയ്സൺ, അതായത് മെർക്കുറിയുടെ കണ്ടാമിനേഷൻ ഇൻ ഫുഡ്, അതിന് എതിരായിട്ട് വന്നിട്ടുള്ള കൺവെൻഷനാണ് മീനാമാത്ത കൺവെൻഷൻ. Minamata Convention on Mercury is an international environmental treaty that aims to protect human health and environment from harmful effects of mercury and its compounds. മെർക്കുറിയും റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്നും ഹ്യൂമൻ ഹെൽത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൺവെൻഷനാണ്. ഇന്ത്യ is a party to the Minamata Convention and ratified in 2018. ഇന്ത്യ അതിന്റെ പാർട്ടാണ്. It contains provisions that relate to the entire life cycle of mercury, including controls and reduction across a range of processes, products and industries where mercury is used, emitted or released. അതായത് മെർക്കുറി യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലെല്ലാം അതിൻ്റെ എൻറ്റയർ ലൈഫ് സൈക്കിളിൽ മെർക്കുറിൻ്റെ ഏതൊക്കെ തരം ഫോർമേഷൻസ് നടത്തിയാലും ആ ഒരു പ്രൊഡക്റ്റിനെ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്ന റെഗുലേഷൻസ് ഒരുപാട് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി എന്താണ് ഈ മീനാമാത്ത എന്നുള്ള പേര് വരാൻ കാരണം നോക്കാം. മീനാമാത്ത എന്നുള്ളത് ഒരു ജപ്പാനിലെ ഒരു സ്ഥലമാണ്. അവിടെ മീഥൈൽ മെർക്കുറി, അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ വഴി പുറത്ത് ബാക്കി വാട്ടറിലേക്ക് വരുന്നു. അപ്പം ബാക്കി എന്താ ഉണ്ടാവുന്നത്, ഈ ഫിഷിലും ബാക്കി വാട്ടറിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിന്റെ ഉള്ളിൽ അതൊരു ബയോ അക്യുമുലേഷൻ നടക്കുന്നു. അങ്ങനെ അത് അവരുടെ ശരീരത്തിൽ മാഗ്നിഫൈ ചെയ്തു വരുന്നു. മിനാമത്ത ബേയിലാണ് മെയിനായിട്ട് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ലോക്കൽ പോപ്പുലേഷൻ അവിടുത്തെ സീ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് ഈ മെർക്കുറി പതുക്കെ പതുക്കെ പോയ്സണിങ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മെർക്കുറി പോയ്സണിങ്ങിന്റെ ഡീറ്റെയിൽസ് വരുന്നതും മീനാമത്ത കൺവെൻഷൻ ഉണ്ടാവുന്നു. അടുത്താണ് കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൺ. കെഡാവ് എന്നാണ് പറയുന്നത്. CEDAW, അതായത് കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൺ. ഇതൊരു UN ട്രീറ്റിയാണ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വുമൺ ഇൻ ഓൾ വേരിയസ് ഫോംസ്. അതായത് ലോകം മുഴുവൻ എവിടെയൊക്കെ വുമൺസിന് ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ടോ അതിനെതിരായിട്ടുള്ള ഒരു UN ട്രീറ്റിയാണ്. ഇറ്റ്സ് എ ട്രീറ്റി ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ടു ജെൻഡർ ഇക്വാലിറ്റി.
India signed this treaty in 1980 and ratified in 1993 with certain reservations. By becoming a party to the convention, a country is legally obliged to take all appropriate measures to eradicate discrimination against women and promote gender equality. ഇങ്ങനെ ഒരു കൺവെൻഷനിലെ ഭാഗമായതുകൊണ്ട് തന്നെ ഏത് കൺട്രിയാണോ അത് ഭാഗമാവുന്നത് അവർ ലീഗലി ഒബ്ലിഗേഷൻ അവരുടെ മേൽ വരികയാണ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു ഇറാഡിക്കേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൺ ആൻഡ് പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി. അതാണ് UN കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൺ. അടുത്താണ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് അല്ലെങ്കിൽ UNCRC. UNCRC is a human rights treaty that sets political, civil, economic, social and health and cultural rights of children. ചിൽഡ്രൻസിൻ്റെ ഈ ഇത്രയും റൈറ്റ്സ് ഏതൊക്കെ റൈറ്റ്സാണ് പറഞ്ഞ് പൊളിറ്റിക്കൽ റൈറ്റ്, സിവിൽ റൈറ്റ്, എക്കണോമിക്, സോഷ്യൽ, ഹെൽത്ത് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺവെൻഷൻ ആയിരുന്നു ഇത്. It has been ratified by all members of the UN except US. US ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ഈ ഒരു കൺവെൻഷൻ റാറ്റിഫൈ ചെയ്തു. It is the most widely ratified human rights treaty in the history of world. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 4 കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കൺവെൻഷൻ പറയാം. ഒന്ന് non-discrimination, then right to life, survival and development, then best interest of the child, then respect for the child's views. 4 മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിളിലാണ് ഈ ഒരു UNCRC വർക്ക് ചെയ്യുന്നത്. ഒന്ന് non-discrimination, right to life, survival and development, best interest of the child and respect for child's view. അപ്പോൾ ഇത്രയാണ് നമുക്ക് UN കൺവെൻഷൻസിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കുക. താലിസ്മാൻ IAS അക്കാദമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ നോട്ട്സും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആ ടെലഗ്രാം ചാനലിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.